ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നൊരു പരാമർശം കീഴ്ക്കോടതിയുടെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. അത് ഹൈക്കോടതി നീക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം വേണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളുന്നുണ്ട്. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകി എന്നുള്ള ആരോപണമാണ് ഹർജിക്കാരൻ പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവന്നത്. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് കോടതി ചോദിക്കുന്നതൊക്കെ ഇതിൻ്റെ വിചാരണാഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ചില രേഖകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകൻ കൈമാറിയിരുന്നു. പക്ഷേ അതൊന്നും ഇങ്ങനെ സർക്കാർ വഴിവിട്ടതിന് സഹായം ചെയ്തു എന്നതിൻ്റെ തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, മറ്റൊന്ന് ഇതിൻ്റെ രാഷ്ട്രീയ വശമാണ്. വലിയ കോളിളക്കമുണ്ടാക്കിയൊരു വിവാദം, അതിൽ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പരിണമിച്ച കാലം. ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്നു, വലിയൊരു ആയുധം കൂടി നൽകുന്നുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം മാത്യു കുഴൽനാടന് ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ച മാത്യു കുഴൽനാടന് തുടർച്ചയായി കോടതികളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നു. ശ്രീകാന്ത്. റിജിത്ത്, മാത്യു കുഴൽനാടൻ ഇരുത്തം വന്ന നേതാവായി മാറുന്നത്, വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ മാസപ്പടി കേസിലെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലൂടെയാണ്. എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിന്നു. നിയമസഭയിൽ മാത്യു കുഴൽനാടൻ കൊടുങ്കാറ്റായി മാറുന്നതും നമ്മൾ കാണുകയുണ്ടായി. സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് തുടർച്ചയായി ഭരണപക്ഷത്തെ ആക്രമിക്കാൻ മാത്യു കുഴൽനാടനും UDF-ഉം ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ചില തിരിച്ചടികൾ മാത്യു കുഴൽനാടനും നേരിടേണ്ടി വരികയും ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് റോഡ് കയ്യേറിയിട്ടുണ്ട് എന്ന ആരോപണമുയർന്നു. അദ്ദേഹം വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെയൊക്കെ തന്നെ വിജിലൻസ് അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ ഒരു പരിധിവരെ വളരെയേറെ സജീവമായി ഈ രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിർത്തിയ ഇത്തരമൊരു വിഷയത്തിൽ, മാസപ്പടി എന്ന വിഷയത്തിൽ ഈ ഒരു തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. അത് കീഴ്ക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടിയെങ്കിലും അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. ഹൈക്കോടതിയിൽ അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകും എന്ന് ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം. റിവിഷൻ ഹർജിയുമായി പോയത് അതിനാൽ കൂടി തന്നെയാണ്. അതുമാത്രമല്ല, വിജിലൻസ് കോടതി ഒരു പരാമർശം കൂടി നടത്തിയിരുന്നു, ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്. അത് മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നത് കൂടിയായിരുന്നു. അതിനാൽ കൂടിയാണ് അദ്ദേഹം റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. തുടർന്ന് കോടതി ആ കേസ് കേട്ടു. കോടതി ആ കേസ് വിശദമായി തന്നെ പരിഗണിച്ചു, എല്ലാ വശങ്ങളും കണ്ടു. ഏറ്റവും ഒടുവിൽ വിജിലൻസ് വരേണ്ടതില്ല എന്ന് സിംഗിൾ ബെഞ്ച് തീരുമാനിച്ചു. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായി കാര്യമായ തെളിവുകൾ, ഈ ആരോപണങ്ങൾക്കും ഇതുവരെ കിട്ടിയ തെളിവുകൾക്കും അപ്പുറം വിജിലൻസിനെ കൊണ്ടുവരാൻ തക്ക തെളിവുകളോ രേഖകളോ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ആ വാദത്തിനിടയിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുമായിരുന്നു. പക്ഷേ സബ് ജുഡീസാണ്, ആ ഘട്ടത്തിൽ നമുക്കത് പറയാൻ കഴിയില്ല. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം കൂടിയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്താണോ കോടതി മുറിയിൽ നടന്നത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുന്നു. അപ്പീലുമായി പോകാം, അല്ലെങ്കിൽ SFIO ED അന്വേഷണങ്ങൾ, അതേ തുടർന്നുള്ള നടപടികൾക്കായി കാത്തിരിക്കാം. ശ്രീകാന്ത്, ഇതിൽ എന്താണിപ്പോൾ വിജിലൻസ് വരേണ്ടതില്ല, വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ആ വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചോ? നിലവിലിപ്പോൾ വിധിയുടെ വിശദാംശങ്ങൾ എത്തി തുടങ്ങിയിട്ടില്ല. കാരണം അതിൻ്റെ ഉത്തരവ് ഇനി വേണം അപ്ലോഡാകാൻ. ഉത്തരവ് അപ്ലോഡാകുമ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ കിട്ടും. എന്താണ് അതിന് കാരണം, എന്താണ് ഈ ഹർജി തള്ളിക്കൊണ്ട് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ ഹർജി തള്ളാനിടയായ കാരണം എന്നുള്ളത് ഉത്തരവിന്റെ പകർപ്പ് വരുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. ഈ ഘട്ടത്തിൽ അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. കോടതി അത് വിശദമായി തന്നെ ഉത്തരവിൽ എഴുതും. ആ ഘട്ടത്തിൽ നമുക്കത് പുറത്തുവിടാനും കഴിയും. ഇതിലെന്താണ്, എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ളത് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് എന്നതിലേക്ക് അതിലെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹർജിക്കാർക്ക് എന്നതിലേക്ക് കോടതി എത്തിച്ചേരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ശ്രീകാന്ത്? അതാണ് അനുജ പറഞ്ഞത്. നേരത്തെ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതിയുടെ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ തെളിവുകൾ, രേഖകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റിയാണ് നിന്നത്. നേരത്തെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് എല്ലാ കോലാഹലങ്ങൾക്കും കാരണമായത്. അത് കേന്ദ്രീകരിച്ചുള്ള ഹർജിയും അത് കേന്ദ്രീകരിച്ചുള്ള വാദങ്ങളുമാണ് കൂടുതലായും നടന്നത് കോടതി മുറിയിൽ.
പിന്നീട് SFIO അന്വേഷണത്തിന്റെ കാര്യവും ED അന്വേഷണത്തിന്റെ കാര്യവും ഒക്കെ കോടതിയിൽ ഉയർത്തപ്പെട്ടു. പക്ഷേ ഇതിൽ തെളിവിന്റെ അഭാവമോ അല്ലെങ്കിൽ രേഖകളുടെ അഭാവമോ ഒരുപക്ഷെ ഹർജിക്കാർക്ക് വന്നിട്ടുണ്ടാകണം. അതിനർത്ഥം SFIOയ്ക്കും EDക്കും തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നോ അവരുടെ അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ലെന്നോ അല്ല. അവരുടെ തെളിവുകളോ രേഖകളോ ഹർജിക്കാരന് കിട്ടാൻ സാധ്യതയുമില്ല. ഹർജിക്കാരന് നേരിട്ട് തൻ്റെ കൈവശമുള്ള തെളിവുകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാകില്ല. പൂർണ്ണമായും കോടതിയെ വിശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അതായിരിക്കാം ഈ ഹർജി തള്ളിയത്. പക്ഷേ ഇപ്പോഴും വിജിലൻസ് അന്വേഷണം മാത്രമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. SFIO ED അന്വേഷണങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെയുണ്ട്. ED കൊച്ചി യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. SFIOയുടെ ബംഗളൂരു ROCക്ക് കീഴിലുള്ള SFIO ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ആ അന്വേഷണം ഒരു വശം നടക്കുന്നുണ്ട്. പക്ഷേ വിജിലൻസ് ഉണ്ടാകില്ല, അത് ഉറപ്പായി കഴിഞ്ഞു. ഇല്ലെങ്കിൽ അപ്പീലുമായി പോകേണ്ടി വരും.